വെയിറ്റ് ലോസിനൊക്കെ പറ്റിയ നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ തടി കുറക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് മാത്രം മതിയാകും. അപ്പോൾ അധികം നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ആ ഒരു ഇതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനുവേണ്ടി ഞാനിവിടെ തലേന്ന് രാത്രി കുതിർത്ത് വെച്ചതാണ്. ഡേറ്റ്സ് ഉണ്ട്, അതുപോലെ ഉള്ള നട്ട്സൊക്കെ എടുത്തിട്ടുണ്ട്, പിന്നെ സീഡ്സൊക്കെ എടുക്കാം. പിന്നെ ഞാനിവിടെ അത്തിപ്പഴം ഉണ്ടല്ലോ, നമ്മുടെ ഫിഗ് എന്ന് പറയുന്നത്, അതും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തലേന്ന് രാത്രി കുതിർത്ത് വെക്കുക, അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ ഒരു അരമണിക്കൂറെങ്കിലും കുതിർത്ത് വെച്ചാൽ മതി. എല്ലാം ഒരുപാട് അളവൊന്നും വേണ്ട കേട്ടോ. ഒരാൾക്ക് എന്നുള്ള അളവിൽ എന്ന് പറയുമ്പോൾ നമ്മളിത് ഒരു 2-3 ഒക്കെ എടുത്താൽ മതി. വാൽനട്ടും ബദാം അതുപോലെ കാഷ്യൂനട്ടൊക്കെ ഒരു 2-3 അങ്ങനെ ഒരളവിൽ എടുത്താൽ മതി. പിന്നെ ചിയ സീഡ്സൊക്കെ എടുത്തിട്ടുണ്ട്. അതുപോലെ ലോട്ടസ് സീഡൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾക്കൊരു 5-6 ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ ഇങ്ങനെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏത് പഴം വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാൻ ഞാനൊരു പൂവമ്പഴം എടുത്തിട്ടുള്ളത്. പിന്നെ ലോ ഫാറ്റ് മിൽക്കും ചേർത്തിട്ട് നല്ല പോലെ തന്നെ ഇതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ നമ്മളിതിൽ ഷുഗറൊന്നും ചേർക്കത്തില്ല, അതുകൊണ്ടാണ് ഡേറ്റ് ചേർത്തത്. പിന്നെ ഉണക്കമുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല മധുരം കിട്ടുകയും ചെയ്യും. അപ്പോൾ വളരെ എളുപ്പത്തിൽ നല്ല ഫില്ലിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി കേട്ടോ. അപ്പോൾ തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്